ഫ്രഷ് ക്രീം യൂസ് ചെയ്യാണ്ട് സിമ്പിളായിട്ടുള്ള കാരമൽ സോസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ 1/4 കപ്പോളം വരുന്ന പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇതേപോലെ ആയിട്ടുണ്ടാവും. വീണ്ടും ഇതാക്കി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്താൽ കട്ടകളൊക്കെ ആയിട്ട് ഈ ഒരു രീതിക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ നല്ല രീതിക്ക് എല്ലാം അലിഞ്ഞ് സെറ്റായി ഉണ്ടാവും. ഇനി അതിലോട്ട് വരുന്നത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഈ പാല് ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക. പാല് ചേർക്കുമ്പോൾ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ സൂക്ഷിച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിക്ക് മിക്സാക്കി വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള സംഭവം സെറ്റായി ഉണ്ടാവും. പക്ഷേ ഇത്ര ആയാൽ പോരാ, ഒന്നും കൂടി കുറുക്കി കഴിഞ്ഞാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഏതായാലും ഇതോടുകൂടി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷത്തെ കാരമൽ സോസാണ് ഈ കാണുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. ടേസ്റ്റ് വൈസ് ഫ്രഷ് ക്രീം കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോട്ടോ.